നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബാഴ്സയിലെ കാര്യം തീർച്ചയായിട്ടും ബഹുരസമാണ്. 17കാരും 18കാരും ഒക്കെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലത്തെ കളിയിൽ തന്നെ 3 17കാരെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുകയുണ്ടായി. ഏതായാലും ഈ യുവതാരങ്ങളുടെ വരവ് അവരുടെ ഡ്രസ്സിംഗ് റൂമിൽ രസകരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും വഴിവെക്കുമെന്ന കാര്യം ഉറപ്പാണ്. സീനിയർ താരങ്ങളും ഇവരും തമ്മിൽ വലിയ പ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളിലും മറ്റുമൊക്കെ ഒരു ജനറേഷൻസ് ഗ്യാപ്പ് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇന്നലെ ബാഴ്സലോണ വലൻസിയക്കെതിരെ കളി ജയിച്ച് അവയ മത്സരമാണ്. അത് കഴിഞ്ഞ് പുലർച്ചെയാണ് തിരികെ ടീം ബാഴ്സലോണ നഗരത്തിൽ എത്തുന്നത്. അപ്പൊ ആ സമയത്ത് നിന്നുകൊണ്ട് ഫൂസ്ബോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ ടേബിൾ ഫുട്ബോളാണ്. അത് കളിക്കുകയാണ് രാവിലെ പുലർച്ചെ 3 മണിക്ക്. കഴിഞ്ഞ ദിവസം കളിച്ച് തിരികെ വന്ന് 3 മണിക്ക് എടുത്ത് ഇത് കളിക്കുകയാണ് ബാഴ്സലോണയുടെ ചില യുവതാരങ്ങൾ. അവരോട് ഹുൾസ്കൂണ്ടെ പോയി കിടന്നുറങ്ങിനടാ കുരുപ്പുകളെ എന്ന് പറയുകയാണ്. ഏതായാലും അദ്ദേഹം അത് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പങ്കുവെക്കുകയുണ്ടായി. ലാമിൻ യമാലും പെഡ്രിയും കെസാഡയും ഫോർട്ടും ടേബിൾ ഫൂസ്ബോൾ എന്ന് വിളിക്കുന്ന ടേബിൾ ഫുട്ബോൾ രാവിലെ 3 മണിക്ക്, പുലർച്ചെ 3 മണിക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വീഡിയോ ആണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ബാഴ്സലോണയിൽ വലൻസിയയുമായിട്ടുള്ള കളി കഴിഞ്ഞിട്ട് തിരികെ എത്തിയതിനു ശേഷം അവരുടെ പണി ഇതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു റിയാക്ഷൻ, കോണ്ടിയുടെ ഒരു റിയാക്ഷൻ, യു ആർ ദി മോസ്റ്റ് ഫ്രീക്കി ഗൈസ്, ഗോ ടു സ്ലീപ്പ്, പോയി കിടന്നുറങ്ങിനിടാ. എനിക്കറിയില്ല എന്താണ് ഇവന്മാരൊക്കെ ഇങ്ങനെ എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം. ഏതായാലും ബാഴ്സയിലെ യുവതാരങ്ങള് വളരെ മികച്ച രൂപത്തിൽ പെർഫോം ചെയ്യുന്നു. സീനിയർ താരങ്ങളുമായിട്ടുള്ള അവരുടെ കെമിസ്ട്രി വളരെ മികച്ച രൂപത്തിൽ വർക്കൗട്ട് ആവുന്നു എന്നുള്ളതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഹാൻസി ഫ്ലിക്കിന് എന്തായാലും വലിയ വിശ്വാസമുണ്ട് ഈ താരങ്ങൾ. അദ്ദേഹം ഇന്നലെ കളിക്ക് ശേഷം അത് പറയുകയുണ്ടായി. ലാമാസിയ താരങ്ങൾ US വെച്ച് തന്നെ പ്രകടമാക്കിയതാണ് അവർ വമ്പൻ മത്സരങ്ങൾക്കൊക്കെ റെഡിയാണ് എന്നുള്ളത്. എത്ര യുവതാരങ്ങൾ എന്നുള്ളതല്ല, അവരെങ്ങനെ കളിക്കുന്നു എന്നുള്ളതാണ് താൻ നോക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.